ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇന്ന് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് പരിചയപ്പെടുത്താം. ഒരു മുത്തശ്ശി മാവ്. ഏകദേശം ഒരു 150 വർഷത്തിലേറെ പഴക്കമുണ്ടത്ര ഈ മാവിന്. കിളിച്ചുണ്ട മാവാണ്. കണ്ടില്ലേ, നിറയെ പൂത്തിട്ടുണ്ട്, നിറച്ച് ഉണ്ണിമാങ്ങയുണ്ട്. എന്താ രസം എന്നറിയോ? ഈ മാവിൻ്റെ പേരിലാണ് ഞങ്ങളുടെ വീട് തന്നെ അറിയപ്പെടുന്നത്, മൂച്ചിയുള്ള വീട് എന്ന്. മൂച്ചി എന്ന് പറഞ്ഞാൽ പാലക്കാട് മാവ് എന്നർത്ഥം. പിന്നെ ഉണ്ടല്ലോ, ഈ പാലക്കാടൻ ചൂടിലേ ഞങ്ങൾക്ക് പ്രകൃതി നൽകിയ AC ആണ് കേട്ടോ ഈ മുത്തശ്ശി മാവ്. നല്ല കൂളിങ്ങാ. ഇതാണ് ഞങ്ങളുടെ ടുട്ടൂച്ചി. ടുട്ടൂച്ചി രാവിലെ ഉപ്പുമാവിൽ ഉപ്പിട്ട് കഴിക്കാനുള്ള തത്രപ്പാടില്ല. എന്താ വാശി, ആ ഉപ്പ് പാത്രം തരണേ ഇല്ല. കണ്ടില്ലേ, അമ്മ പക്ഷെ മേടിച്ച് വെച്ചു കേട്ടോ. പിന്നെന്താ, അമ്മ രാവിലെ തന്നെ അരി അരയ്ക്കാൻ വേണ്ടി ഗ്രൈൻഡറിലിട്ടു. ഇപ്പോഴേ അരച്ച് വെച്ചാലല്ലേ വൈകിട്ടാകുമ്പോഴത്തേക്കും പുളിക്കുള്ളൂ. എന്നാലല്ലേ നമുക്ക് അത്താഴത്തെ നല്ല സുട് ദോശ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ പണികളൊക്കെ ആയിട്ടിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്കും ഏട്ടൻ വന്നപ്പം ഞങ്ങളൊന്ന് പാടത്തേക്ക് ഇറങ്ങി. വെറുതെ പാടമൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഈ സന്ധ്യ സമയത്തുണ്ടല്ലോ അവിടെ പോയി നിൽക്കാൻ നല്ല വൈബാണ് കേട്ടോ. കതിരൊന്നും ആയിട്ടില്ല. കണ്ടില്ലേ, ഇപ്പോൾ കനാലിൽ വെള്ളമുണ്ട്. ഈ ഒരാഴ്ച കനാലിൽ വെള്ളമുള്ളതുകൊണ്ട് പാടം നിറയെ വെള്ളമുണ്ട്. ടുട്ടുച്ചി നല്ല ഹാപ്പിയാണ്. പിന്നെന്താ, കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് മുരിങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുക്കാൻ, രാവിലെ കറി വെക്കാൻ വേണ്ടിയിട്ടേ. ഈ മുരിങ്ങക്കായൽ നിറയെ ഉണ്ട്, പക്ഷേ എത്തത്തില്ല, അത്ര ഉയരത്തില്ല. കുറേ കുലുക്കി പറിച്ച് ഇത്രയും കിട്ടി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി, മേൽ കഴുകി. സന്ധ്യ ഉണ്ടായിരുന്നില്ലേ, വിളക്ക് വെച്ചു. ഗുരുവായൂരപ്പനുണ്ട്, ഞങ്ങളുടെ മാങ്ങോട്ട് മുത്തിയുണ്ട്. പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പിന്നെന്താ, ഞാനും ടുട്ടൂച്ചും കൂടെ കുറേ നേരം പ്രാർത്ഥിച്ചു, സന്ധ്യനാമം ജപിച്ചു, ഒരേ വർത്താനം പറഞ്ഞ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണേ.